വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ക്ലാസ് 6 മാത്സിൻ്റെ പ്രൈം ടൈമിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പ്രൈം ഫാക്ടറൈസേഷൻ ചെക്കിംഗ് ഇഫ് ടു നമ്പേഴ്സ് ആർ കോ പ്രൈം. ഇനി രണ്ട് നമ്പേഴ്സ് കോ പ്രൈം ആണോ എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ കോപ്രൈമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആരെങ്കിലും അത് കാണാത്തുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. ഓക്കെ, ടീച്ചർ ആർ 56 ആൻഡ് 63 ആർ കോപ്രൈം, അതായത് 56 63 കോപ്രൈം ആണോ എന്നാണ് ചോദ്യം. അൻഷു ആൻഡ് ഗുണ, ഇഫ് ദേ ഹാവ് എ കോമൺ ഫാക്ടർ അതർ ദാൻ 1 ദെൻ ദേ ആർ നോട്ട് കോപ്രൈം. ലെറ്റ് us see. ചെക്ക് നോക്കി, കോപ്രൈമിൻ്റെ കണ്ടീഷനാണിത് പറയുന്നത്. ഇഫ് ഹാവ് കോമൺ ഫാക്ടർ അതർ ദാൻ 1 അല്ലാതെ ഒരു കോമൺ ഫാക്ടറും കോപ്രൈമിന് കാണാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ കോപ്രൈമുകൾക്ക് കാണാൻ പറ്റുള്ളൂ. ആൻഡ് സോ ഐ ക്യാൻ റൈറ്റ് 56 ഈക്വൽ ടു 14 ഇൻറ്റു 4 and 63 is equal to 21 into 3. So the 14 and 4 are factors. നോക്കി, ഇവിടെ 56 63 എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 56 14 ഇൻറ്റു 4 എന്നും 63 21 ഇൻറ്റു 3 എന്നും എഴുതാം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ അറിയാം ഇവിടെ 1 മാത്രമേ, അതായത് 56-ൻ്റെതിനകത്തും 1 ഉള്ളൂ ഫാക്ടറായിട്ട് വരുന്നത്. ദെൻ 63-ക്കകത്തും 1 ഉള്ളൂ. പക്ഷേ ഇത് കോപ്രൈം ആണോ എന്നാണ് നമ്മുടെ സംശയം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ തന്നെ അല്ലല്ലേ ഈ 56-നെ 63-യും തന്നെ മറ്റൊരു രീതിയിൽ ഗുണ ചെയ്തേക്കുന്നുണ്ടോ. 56 = 7 ഇൻറ്റു 8, 63 ഇൻറ്റു 9 ഇൻറ്റു 7. നോക്കി, ഇപ്പോൾ ഈ 7 എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിലും ഫാക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 7 ഇവിടെ ഒരു കോമൺ ഫാക്ടർ. അപ്പോൾ 1 മാത്രമല്ല, പിന്നെ എന്തും കോമൺ ഫാക്ടറായി, 7ഉം കോമൺ ഫാക്ടറായി. അപ്പോൾ ഈ നമ്പർ ഒരു കാരണവശാലും എന്താവില്ല, കോപ്രൈം ആകില്ല. സോ ദേ ആർ നോട്ട് കോപ്രൈം. എന്താണെന്ന് വെച്ചാൽ 7 ഒരു ഫാക്ടറായിട്ട് വന്നല്ലോ. അപ്പോൾ ഈ അൻഷുന് എവിടെയായിരിക്കും തെറ്റിയെന്ന് നമുക്ക് നോക്കാം. അതായത് രണ്ട് നമ്പേഴ്സിനെ, അതായത് 56-നെയും 63-യെയും ഫാക്ടറൈസ് ചെയ്യുക, അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചതിലുണ്ടായ മിസ്റ്റേക്കാണ്. അതുപോലെ വേറെ രണ്ട് നമ്പർ നമ്മൾ എടുക്കുന്നത് 80-യും 63-യുമാണ്. 80-യെ നമുക്ക് പല വിധത്തിൽ ഫാക്ടറൈസ് ചെയ്യാം. അതായത് 40 ഇൻറ്റു 2, 20 ഇൻറ്റു 4, 10 ഇൻറ്റു 8, 16 ഇൻറ്റു 5, ഇങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് വേണേലും ചെയ്യാം. ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 16 ഇൻറ്റു 8 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് ചെയ്യാം. ശരിയല്ലേ, 8 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് ചെയ്യാം. അതുപോലെ തന്നെ 63 9 ഇൻറ്റു 7 3 ഇൻറ്റു 27 എന്ന് എഴുതാം. പിന്നെ 3 ഇൻറ്റു 7 എന്ന് എഴുതാം. ശരിയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. We have written question mark to say that there are many more ways to factorize these numbers. ഇവിടെ ഇങ്ങനെ question mark ഇട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് വേറെ രീതിയിൽ ഇവരെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും, വേറെ നമ്പേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് കറക്റ്റ് മെത്തേഡായിട്ട് അല്ലെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സംഖ്യ കോപ്രൈം ആണോ അല്ലയോ എന്ന് കാണുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിനാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ. എന്താണ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അതായത് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യും എപ്പോൾ വരെയാണെന്നറിയാമോ, ആ നമ്പേഴ്സ് പ്രൈം ആകുന്നവരെ. അതായത് പ്രൈം കോമ്പോസിറ്റ് നമ്പേഴ്സിനെ, ഈ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഫാക്ടേഴ്സ് 1ഉം വേറൊരു നമ്പറും മാത്രമാണ് നമ്മൾ ഫാക്ടേഴ്സായിട്ട് വരുന്നതെങ്കിൽ അതിനെ പ്രൈം എന്നാണ് പറയുന്നത്. അതേസമയം കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനെ കോമ്പോസിറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2, 3, 5, 7 ഇതൊക്കെ നമ്മൾ പ്രൈമായിട്ടാണ്, 11 ഇതൊക്കെ നമ്മൾ പ്രൈമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ നമ്പേഴ്സ് വരുന്ന രീതിയിൽ ഫാക്ടറൈസ് ചെയ്യണം. അതായത് ഏറ്റവും ചെറിയ സംഖ്യകൾ കൊണ്ട് ഫാക്ടറൈസ് ചെയ്യണം. വലിയ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടോ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്തപ്പോഴും 56 ഇൻറ്റു
56 നമ്മൾ 14 × 4 എന്നൊക്കെ ചെയ്തത്. 63 3 × 21 എന്നൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെയല്ല, 21നെക്കാളൊക്കെ ചെറിയ സംഖ്യകളോട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. നോക്കി ഇവിടെ ഈ 56 4 × 14 എന്നുള്ളതിന് നമുക്ക് 4 × 2 × 7 എന്നും അല്ലെങ്കിൽ 2 × 2 × 2 × 7. നോക്കി ഇതാണ് കറക്റ്റ് മെത്തേഡ്. ഏറ്റവും ചെറിയ നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഈ മെത്തേഡ് നമ്മൾ പറയുന്ന പ്രൈം ഫാക്ടറൈസേഷൻ എന്നാണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അതായത് ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഈ കിട്ടുന്ന നമ്പേഴ്സിനെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. എവരി നമ്പർ ഗ്രേറ്റർ ദാൻ 1 ഹാസ് എ പ്രൈം ഫാക്ടറൈസേഷൻ. ദ ഐഡിയ ഈസ് ദ സെയിം, കീപ്പിംഗ് ബ്രേക്കിംഗ് കോമ്പസിറ്റ് നമ്പേഴ്സ് ഇൻറ്റു ഫാക്ടേഴ്സ്, ഓൺലി പ്രൈം ആർ ലെഫ്റ്റ്. നോക്കിയ പ്രൈം ഫാക്ടറൈസേഷൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. കീപ് ബ്രേക്കിംഗ് കോമ്പസിറ്റ് നമ്പേഴ്സ് ഇൻറ്റു ഫാക്ടേഴ്സ്, സ്റ്റിൽ ഓൺലി പ്രൈം ആർ ലെഫ്റ്റ്. പ്രൈം വരുന്ന രീതിയിൽ, അതായത് ഒരു നമ്പർ നമ്മുടെ കോമ്പസിറ്റ് നമ്പർ കിട്ടിയാൽ ആ കോമ്പസിറ്റ് നമ്പറിനെ ചെറുതാക്കി പ്രൈം ഫാക്ടേഴ്സ് ആക്കുന്നവരെയാണ്. അതായത് പിന്നെ അതിന് ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ 36 എന്ന് പറയുന്ന നമ്പർ, ഈ 36 എന്ന് പറയുന്ന നമ്പറെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കുകയാണ്. അപ്പോൾ 36 എന്ന് പറയുന്നതിന് നമുക്ക് 2 × 18 എന്ന് എഴുതാം, 3 × 12 എന്ന് എഴുതാം, 9 × 4 എന്ന് എഴുതാം, ദെൻ 6 × 6 എന്ന് എഴുതാം. അപ്പോൾ ഈ നമ്പേഴ്സിനെ വീണ്ടും നമുക്ക് വെറുതെ ചെറുതാക്കാൻ പറ്റും. 18 എന്ന് പറയുന്ന നമ്പറിനെ 2 × 9 എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ദെൻ 12 എന്ന് പറയുന്നത് 3 × 4 എന്ന് എഴുതാൻ പറ്റും. ദെൻ 4നെ 2 × 2 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ദെൻ 6നെ 2 × 3 എന്ന് എഴുതാൻ പറ്റും. വീണ്ടും പിന്നെ പറ്റും. കാര്യം ഈ 9 എന്ന് പറയുന്നത്, അടുത്ത 9 എന്ന് പറയുന്നത്, ഈ 9 എന്ന് പറയുന്നതിന് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. 3 × 3 കണ്ടോ? ദെൻ ഈ 4നെ വീണ്ടും ചെയ്യാൻ പറ്റും, 2 × 2. ദെൻ ഈ 9നെ വീണ്ടും നമുക്ക് ചെറുതാക്കാൻ പറ്റും, 3 × 3. 6നെ നമുക്ക് 2 × 3. ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കി ഓരോ രീതിയിൽ ചെയ്യുമ്പോൾ നോക്കി ഈ 3 × അല്ലെങ്കിൽ 2 × 2 × 3 × 3 ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇപ്പോൾ 3 × 3 × 2 × 2 എന്ന് എഴുതുന്നതും 2 × 2 × 3 × 3 എന്ന് എഴുതുന്നതും, അതായത് 2 × 3 × 2 × 3 എന്ന് എഴുതുന്നതും എല്ലാം ഒരുപോലെ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ചെറുതാക്കി ഫാക്ടറൈസ് ചെയ്തേക്കുന്നു. നോക്കിയാൽ ഇവിടുത്തെ നമ്പർ 2 3 അല്ലേ? അപ്പോൾ 2ഉം 3ഉം എന്താണ്? പ്രൈം ഫാക്ടേഴ്സാണ് അല്ലേ? 1ഉം 2ഉം മാത്രമേ അതിന് ഫാക്ടറായിട്ടുള്ളൂ. 3ക്കാണെങ്കിൽ 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊരു കോമ്പസിറ്റ് നമ്പേഴ്സിനെയും ഇങ്ങനെ ഏറ്റവും ചെറിയ പ്രൈം നമ്പേഴ്സായിട്ട് മാറ്റുന്ന മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡറിന് പ്രശ്നമില്ലെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈം നമ്പേഴ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓർഡർ തെറ്റി ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഓർഡർ മാറ്റി എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് പറയാം കമ്മ്യൂട്ടിവിറ്റി ആൻഡ് അസോസിയേറ്റിവിറ്റി ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ. ഈ പ്രൈം ഫാക്ടറൈസേഷന് ഓക്കെയാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3 = 3 × 2. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ഈ ഒരു എന്താ പറയുന്നത് റൂള് കറക്റ്റായിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ 2 × 3 × 3 × 2 ഇങ്ങനെ പറഞ്ഞാലും = 3 × 2 × 2 × 3 ഇങ്ങനെ പറഞ്ഞാലും സെയിം ആണ്. അതല്ലെങ്കിൽ 3 × 3 × 2 × 2 that is equal to 2 × 2 × 3 × 3. മനസ്സിലായോ? ഓർഡറിന് വലിയ ഓർഡറിന് ഒട്ടും തന്നെ പ്രാധാന്യമുള്ള ഏത് രീതി വേണേലും നമുക്ക് ഓർഡർ ചെയ്യാം. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ഈ 2 നമ്പേഴ്സ് തന്നിട്ടെന്ന് വെച്ചോ. ഇപ്പോൾ 72ഉം പിന്നെന്താ പ്രൈം ഫാക്ടറൈസേഷൻ 72 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ നമ്മൾ ഏറ്റവും ചെറുതാക്കി എഴുതുന്നതാണ് 72 = 2 × 2 × 3 ×
2 ഇൻറ്റു 3 എന്നാണ് നമുക്ക് 72ൻ്റെ ഫാക്ടറൈസേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ വേറെ നമ്പർ കൂടെ തരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് കാണുന്നതെന്നാണ് നമുക്ക് നോക്കുന്നത്. അത് നമുക്ക് പറഞ്ഞു വരുമ്പം പറയാം. പ്രോഡക്റ്റ് അതായത് ഇപ്പം നമുക്ക് 72 എന്ന് പറയുന്ന നമ്പർ, ദെൻ 12 എന്ന് പറയുന്ന നമ്പർ, ഈ രണ്ടിൻ്റെയും പ്രോഡക്റ്റാണ് കാണുന്നതെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷനിൽ എന്താ ചെയ്യേണ്ടത്? 72വിനെ നമ്മൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ബിഗ് നമ്പറാക്കി അതിൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട. പകരം 72വിൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യണം, 12ൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യണം. എന്നിട്ട് രണ്ടും കൂടെ ചേർത്ത് ഇതുപോലെ എഴുതിയാൽ മതി. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. തന്നിരിക്കുന്ന ഓരോ നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടറൈസേഷൻ കാണുകയാണ് കേട്ടോ. 64 എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയ സംഖ്യകൾ കൊണ്ട് വേണം നമുക്ക് തുടങ്ങാൻ. 64നെ 2 കൊണ്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3 2s are 6, 2 2s are 4. വീണ്ടും ഇതിനെ നോക്കി ഇതിൻ്റെ എൻഡ് 2 ആണ് വന്നേക്കുന്നത്. അപ്പോൾ 2 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര? 1 2s are 2, ദെൻ ഒരു റിമൈനിങ് വരുന്നുണ്ട് 1, 12നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര? 16. വീണ്ടും ഇതിനെ 2 കൊണ്ട് ചെയ്യാം. 16 ഒരു കോമ്പസിറ്റ് നമ്പറാണ്, അതിനെ ചെയ്യുമ്പോൾ 8 ഒരു കോമ്പസിറ്റ് നമ്പറാണ്, 2 4 ഒരു കോമ്പസിറ്റ് നമ്പറാണ്. നോക്കി ഇപ്പം ഇത് ഒരു എല്ലാം പ്രൈം നമ്പേഴ്സാണ് അല്ലേ. ഇതിനെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? 1 അല്ലേ. അപ്പോൾ ഈ 1 2 3 4 5 6 2s കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ 2 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഇതിപ്പോൾ നോക്കി 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അങ്ങനെ 6 പ്രാവശ്യം. അപ്പോൾ 6 പ്രാവശ്യം കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ 2വിൻ്റെ പവറായിട്ട് എഴുതാം 6 എന്ന്. 2⁻6 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്തത് നോക്കി 104 ആണ്. 104നെ അതേമാതിരി ചെയ്യാൻ നമ്മൾ 2 കൊണ്ട് ചെയ്തു. 2 കൊണ്ട് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 5 2s are 10, 2 2s are 4. വീണ്ടും നമ്മൾ എൻഡ് 2 ആണ്, നോക്കണം അത് ഡിജിറ്റ് 2 ആണ്. 52 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 2 അല്ലേ. അപ്പോൾ അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? നമ്മളിങ്ങനെ ഇതിൽ തന്നെ ഇട്ട് മനക്കണക്ക് കൂട്ടി ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. 2 കൊണ്ട് ചെയ്യുക. 2വിനെ എന്ത് ചെയ്യണം? 52നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 2 കൊണ്ട് ചെയ്യുന്നു. 2 2s are 4 കഴിയുമ്പോൾ റിമൈനിങ് ഒരു 1 ഉണ്ട്, 12 കഴിയുമ്പോൾ എന്താ? 6 അല്ലേ. വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു, ദെൻ 1 3 അല്ലേ. പക്ഷെ 13 വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ 13നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു എന്താണ്? പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 13. അപ്പോൾ 2 അല്ല 2⁻3 2⁻3 ഇൻറ്റു 13. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 105 ആണ്. 105നെ നമ്മൾ ചെയ്യുമ്പോൾ 105 അതിനെ 3 കൊണ്ട് ചെയ്യുന്നു. നമുക്ക് ഇതിനെ 5 കൊണ്ടും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിതിപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന നിലയിൽ 3 കൊണ്ട് ചെയ്യാണ്. 3 3s are 9, 1 റിമൈനിങ് 15 5. ഇപ്പം നമുക്ക് 35 ആണ് കിട്ടിയേക്കുന്നത്. 5 ആണ് എൻഡ് വന്നേക്കുന്നത്. ഇത് 3 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, 2 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ അടുത്ത പ്രൈം നമ്പർ എടുത്തു 5 7 അല്ലേ. 7നെ നമുക്ക് 7 കൊണ്ട് ചെയ്യാം. 7 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ എത്ര വരും? 3 ഇൻറ്റു 5 ഇൻറ്റു 7. അടുത്ത അതുപോലെ തന്നെ 243 നമ്മൾ നോക്കി 3 കൊണ്ട് ചെയ്തു. 3 കൊണ്ട് ചെയ്തപ്പം 81 എന്ന് കിട്ടി. ദെൻ 3 കൊണ്ട് വീണ്ടും ചെയ്തു 27, ദെൻ 9 ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര 3s ആണെന്ന് നോക്കിയാൽ 1 2 3 4 5. അപ്പോൾ എത്ര കിട്ടി? 5 3s ആണ് കിട്ടിയേക്കുന്നത്. 3 എത്ര എന്ന് വരണം? 5 എന്നാണ് വരേണ്ടത്. 3 5. ഓക്കെ, 3 5. ഈ 3യെക്കാട്ടി ചെറിയൊരു നമ്പർ വലിപ്പത്തിലെ 5 എഴുതാവോ കേട്ടോ. 3 ആണ് വലിപ്പത്തിൽ. എൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആൻസർ തെറ്റാണ്, ബട്ട് അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്ത 320. ഈ 320 നമ്മൾ ചെയ്യുമ്പോൾ നോക്കി 320 ഞാൻ 2 കൊണ്ട് ചെയ്തു. 2 1s are 2, ദെൻ 12 16 അല്ലേ.
12 6 then 0 അല്ലേ. വീണ്ടും 2 കൊണ്ട് ചെയ്തു 80 then 2 കൊണ്ട് ചെയ്തു 40 then 2 കൊണ്ട് ചെയ്തു 20 again 2 കൊണ്ട് ചെയ്തു 10 വീണ്ടും 2 കൊണ്ട് ചെയ്തു 5 5നെ 5 കൊണ്ട് ചെയ്തു 1. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന അപ്പോൾ നോക്കണം നമ്മളെല്ലാം ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം എന്താണ് പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ 2ൻ്റെ എത്ര എണ്ണം വന്നു 1 2 3 4 5 6 അപ്പോൾ 2⁻6 × 5 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ദെൻ 141നെ നമ്മൾ ചെയ്യുമ്പോൾ കണ്ടോ 141നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്തു 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 4 12 പിന്നെ ഒരു 2 റിമൈനിങ് വരുന്നു 21 7 3 അല്ലേ 21. ദെൻ നോക്കി ഈ 47നെ നമുക്ക് വേറൊരു നമ്പർ ഇതൊരു പ്രൈം നമ്പറാണ് അതുകൊണ്ടാണ് 47 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് ഈ 47നെ വേറൊരു നമ്പർ കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് എന്തേ ചെയ്യാൻ പറ്റൂ 3 × 47 എന്ന് എഴുതാൻ മാത്രമേ പറ്റത്തുള്ളൂ. അടുത്തത് നോക്കി ഇതിനെ നോക്കി ദെൻ 1331 ഈ നമ്പറിനെ നമുക്ക് 2 കൊണ്ടോ 3 കൊണ്ടോ 5 കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് 11 കൊണ്ടാണ് ചെയ്യുന്നത്. 11 കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 11 × 11 × 11 ആണ് ആൻസർ നമുക്ക് കിട്ടുന്നത്. ഈ വലിയ നമ്പേഴ്സ് വരുമ്പം ഇങ്ങനെ നമ്മൾ നോക്കണം 2 കൊണ്ട് പറ്റത്തില്ല 3 കൊണ്ട് പറ്റത്തില്ല 5 കൊണ്ട് പറ്റത്തില്ല ദെൻ 7 കൊണ്ട് പറ്റത്തില്ല അല്ലേ. പിന്നെ നമുക്ക് ഉള്ള പ്രൈം നമ്പർ എന്ന് പറയുന്നത് 11 ആണ് അതുകൊണ്ട് ചെയ്യുകയാണേ. അടുത്ത 1000 നമ്മൾ 2 കൊണ്ട് ചെയ്തു 500 കിട്ടി. പിന്നെ again 2 250 again 5 125 ദെൻ 5 ഇങ്ങനെ കിട്ടി. അപ്പോൾ എത്ര കിട്ടിയത് എത്ര 2 കിട്ടിയിട്ടുണ്ട് 3 2 കിട്ടിയിട്ടുണ്ട്. എത്ര 5 കിട്ടിയിട്ടുണ്ട് 3 5 കിട്ടി. അപ്പോൾ 2⁻3 × 5⁻3 എന്നാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കി ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നമ്പർ ഹാസ് 1 2 2 3s ആൻഡ് 1 11 വാട്ട് ഈസ് എ നമ്പർ. അതായത് ഒരു നമ്പർ ഉണ്ട് അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടിയിരിക്കുന്നത് ഒരു 2 കിട്ടിയിട്ടുണ്ട് 2 3 കിട്ടിയിട്ടുണ്ട് ആൻഡ് ഒരു 11 അങ്ങനെയാണ് സംഖ്യ ഏതാണ്. എന്തോ ചെയ്യണം 2 × 3 × 3 × 11 നമുക്ക് 198 ആണ് ആൻസർ കിട്ടുന്നത്. ദെൻ പ്രൈം ഫാക്ടറൈസ് അടുത്ത നോക്കിയത് ഫൈൻഡ് 3 പ്രൈം നമ്പേഴ്സ് ഓൾ ലെസ് ദാൻ 30 ഹൂസ് പ്രോഡക്റ്റ് ഈസ് 1955. അതായത് 1955 എന്ന് പറയുന്ന സംഖ്യയെ ഏറ്റവും ചെറിയ ലെസ് ദാൻ 30 ആയിട്ടുള്ള 3 പ്രൈം നമ്പേഴ്സ് ആക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1955നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക 5 കൊണ്ട് ചെയ്യുക. 5 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും 3 15 45 അല്ലേ 45 9 5 45 1 391 എന്ന് പറയുന്ന ഒരു സംഖ്യ വരുന്നത്. ഇതിന് ഈ 391നെ നമുക്ക് 2 കൊണ്ടോ 3 കൊണ്ടോ 5 കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 391നെ നമുക്ക് 17 × 19 എന്നേ ചെയ്യാൻ പറ്റൂ. ഈ 17ഉം 19ഉം എന്താണ് പ്രൈം നമ്പേഴ്സാണ്. 17ഉം 19ഉം പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ 5 × 17 × 19 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 30യെക്കാട്ടി ചെറിയ നമ്പേഴ്സ് ആയിരിക്കണമെന്ന് പറഞ്ഞു. 30യെക്കാട്ടി ചെറിയ നമ്പേഴ്സ് അല്ലേ. ഞാൻ അടുത്ത് നോക്കിയാൽ ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദീസ് നമ്പേഴ്സ് വിത്തൗട്ട് മൾട്ടിപ്ലൈങ്. 2 നമ്പേഴ്സ് ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഇതിൽ കിടക്കുന്നത് പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്ന മെത്തേഡാണ് നോക്കുന്നത്. ഇപ്പോൾ 56 × 25 ഈ 56 × 25നെ നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാതെ 56നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. ദെൻ 25നെ ഫാക്ടറൈസ് ചെയ്യുന്നു. അത് നോക്കാം ഓരോന്നും നോക്കാം. 56നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. 56നെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് 56 2 കൊണ്ട് ചെയ്യുന്നു 2 2s ദെൻ 8 അല്ലേ 4 റിമൈനിങ് 1 വരുന്നുണ്ട് 16 28 28നെ വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു 1 4 14 വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു 7 അല്ലേ. പിന്നെ ഇനി നമ്മളിനി ഇതിനെ പറ്റത്തില്ല 7 കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 × 2 × 2 × 5 × 5 × 7 എന്നാണ്. അതായത് എത്ര 2 കിട്ടി 2⁻3 2⁻3 പിന്നെ അങ്ങനെ 7 × 1 അല്ലേ 7. അപ്പോൾ നമുക്ക്
2�3 ഇൻറ്റു 7 അതാണ് നമുക്ക് 56 കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് 25നും ചെയ്യണം. 25നെ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 5 ഇൻറ്റു 5, അതായത് ഇൻറ്റു 5⁻². മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ടിനെയും രണ്ടായിട്ട് ഫാക്ടറൈസ് ചെയ്തിട്ട് ഫാക്ടറൈസേഷൻ എഴുതുക. ഇനി അടുത്തത് 108ഉം 75. 108നെ നമ്മൾ ആദ്യം ഫാക്ടറൈസ് ചെയ്യുക. 5, 4 വീണ്ടും ഫാക്ടറൈസ് ചെയ്യുന്നു. 27, 3, 9 വീണ്ടും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3. ശരിയല്ലേ? നമുക്ക് എത്ര കിട്ടി നോക്കിയേ? 2 ഇൻറ്റു 2, 3 ഇൻറ്റു 3 ഇൻറ്റു 3, 1 അല്ലേ? അപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ 2⁻² ഇൻറ്റു 3⁻³ എന്നുള്ളത് നമുക്ക് എത്ര കിട്ടി? 108ന് കിട്ടി. ഇനി അതുപോലെ 75ന് ചെയ്യുകയാണ്. 75 അടുത്ത നമ്പർ 75, 5 കൊണ്ട് ചെയ്തു. 25, ദെൻ 5 25 അല്ലേ? 5, 1. അപ്പോൾ 5⁻³ കിട്ടി അല്ലേ? 5⁻³ അല്ലേ കിട്ടിയേക്കുന്നത്? സോറി, 75നെ ചെയ്ത് തെറ്റി. 75 / 3 ആണ് അല്ലേ? 3 ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 25 കിട്ടുന്നത്. ദെൻ 5, 5. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് എത്രയൊക്കെ കിട്ടി? ആദ്യം കിട്ടിയത് എന്താ? 2⁻² ഇൻറ്റു 3⁻². ഇതിന് കിട്ടി. ദെൻ 3⁻³ അല്ലേ? ഇതിനാണ് 3 വന്നു. ദെൻ 5⁻². മനസ്സിലായി? അപ്പോൾ ഇവിടെ ഒരു 3⁻3യും ഇവിടെ ഒരു 3യും കൂടെ ഉണ്ട് അല്ലേ? 2⁻² ഇൻറ്റു 3⁻4. 4 എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഈ 3യും ഈ 3യും. അപ്പോൾ ഈ 3⁻3യും 3യും കൂടെ തരുമ്പോൾ 3⁻4 ഇൻറ്റു 5⁻², അല്ലെ 5² എന്ന് പറയും. അങ്ങനെ നമുക്ക് നമ്പേഴ്സ് എഴുതാം. പ്രോഡക്റ്റ് അതായത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാതെ ഇങ്ങനെ പ്രോഡക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ഹൂസ് ഫാക്ടറൈസേഷൻ ഹാസ് 3 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്, 4 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്? അതായത് ഏറ്റവും ചെറിയ നമ്പർ, അതായത് 3 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് വരുന്നത് 4 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ സ്മോൾ നമ്പർ ഹൂസ് ഫാക്ടറൈസേഷൻ? പ്രോഡക്റ്റായിട്ടാണ് വരേണ്ടത്. നോക്കാം നമുക്ക്. ദ 3 സ്മോളസ്റ്റ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 5 അല്ലെ? ഏറ്റവും ചെറിയ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് 3 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. പ്രോഡക്റ്റായിട്ട് വന്നാൽ മതി. 2 ഇൻറ്റു 3 ഇൻറ്റു 5. ശരിയല്ലേ? നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഏറ്റവും നമ്പർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ ചെയ്തപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഈ നമ്പേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ നമ്പർ കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പേഴ്സ് എടുക്കുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്താൽ ഏറ്റവും ചെറിയ നമ്പർ ആ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് കിട്ടും. ഇനി 4 ഡിഫറെൻറ്റ് സ്മോളസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. 4 വരുന്നുണ്ട് എന്താ? 2, 3, 5 ആൻഡ് 7. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് ദ സ്മോളസ്റ്റ് നമ്പർ വിത്ത് 4 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഇമ്പോർട്ടൻസ് സ്റ്റഡി ഓഫ് നമ്പേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ വേറെ വേയ്സൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.